മുള്ളവരെ നമസ്കാരം. ഞാൻ രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ഒരു ചെടിയിൽ തന്നെ പല കളറിൽ ഗ്രാപ്പ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ഗ്രാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നു. അതോടൊപ്പം കുറേ വിമർശനങ്ങളും വന്നു. വിമർശനം നല്ല വിമർശനമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഗ്രാപ്പ് ചെയ്തിട്ട് അത് ചെയ്യുന്ന രീതി കുറച്ചുകൂടെ വ്യക്തത വേണം. ക്യാമറ നമ്മുടെ ടെക്നിക്കൽ പ്രൊഫഷണൽ ഒരു പ്രശ്നം കുറവുകൊണ്ടാണ്. അതൊന്നുകൂടി ഒരു ചെടി ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. ഇച്ചിരി ദൈർഘ്യമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാം. ഞാൻ ചെയ്തതിൻ്റെ 5 കളർ ഇപ്പം ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കണ്ട ഒരു കളറോടെ ഈ വെള്ളയും കൂടെ ആകുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്ന് വെള്ളം നമുക്ക് ഇതിനകത്തുനിന്ന് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വേറെ നമ്മുടെ എത്രയും നീളമുള്ളൊരു കമ്പ് എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്യുന്ന അതേ കമ്പിൻ്റെ കനമാണെങ്കിൽ അത് സക്സസ് ആവാൻ സാധ്യതയുണ്ട്. അല്ലെ കനം കുറഞ്ഞാണെങ്കിൽ നമ്മളെ സൈഡ് ഒട്ടിയിരിക്കാൻ വലിയ പാടായിരിക്കും. അപ്പം രണ്ടിതാകുമ്പോൾ 2 സൈഡ് ഒട്ടിയിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആപ്പ് പരുവത്തിൽ നമ്മളെ കോടാലിക്കും കുന്താലിക്കൊക്കെ ആപ്പ് എടുക്കുമല്ലോ. ഉണ്ടോ അതിനൊക്കെ ആപ്പ് പരുവത്തിൽ ഇങ്ങനെ അങ്ങോട്ട് കീറുക. ഉണ്ടോ ആപ്പ് കണക്കായേ ആപ്പ് കണക്കായി നല്ല വൃത്തിയായിട്ട് ആപ്പ് കണക്കാക്കിയതിന് ശേഷം അതായത് നടുവേ ഇങ്ങനെ അങ്ങോട്ട് കീറുക. ഇങ്ങനെ അങ്ങോട്ട് കീറുക. കൈയോട്ടിലുണ്ട് കൈയൊക്കെ മുറിയാ സൂക്ഷിക്കണം കേട്ടോ. കൈയൊക്കെ മുറിയും. അപ്പോൾ ഇങ്ങനെ അകത്തി വെച്ചിട്ട് കണ്ട. അപ്പോൾ ഇതിങ്ങനെ അകത്തിയെടുത്തതിന് ശേഷം ഈ സൈഡ് ഇങ്ങനെ വ്യക്തമായിട്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെക്കുക. അതിൻ്റെ പതിയെ ബ്ലേഡിങ് വിടണം. കണ്ട ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഫിറ്റിംഗ് ആയി. രണ്ടിലേക്ക് ഇരുന്നാലും കുഴപ്പമില്ല. ഈ തൊലി കണ്ടോ ആ തൊലി തങ്ങളിൽ സൈഡിലെ തൊലി 2 സൈഡിലും ഏതെങ്കിലും ഒരു സൈഡെങ്കിലും കൃത്യമായിട്ട് ഒട്ടിയിരിക്കണം. നല്ല വൃത്തിയായിട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഗ്രാഫിംഗ് ടേപ്പ് ഇതാണ് ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോഴാണ് പലർക്കും പരാജയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫിംഗ് ടേപ്പ് നന്നായിട്ട് ചുറ്റണം. നല്ല മുറുക്കി ചുറ്റണം കേട്ടോ. കാണാണ്ട ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിയെടുക്കണം. അടിയിൽ നിന്ന് ചുറ്റിനായിരിക്കും നല്ലത്. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല വൃത്തിയായിട്ട് വരിഞ്ഞങ്ങോട്ട് കെട്ടുക. ഈ ചെയ്യുമ്പോഴൊക്കെ നമ്മളെല്ലാവരും പരാജയപ്പെടുന്നു പറഞ്ഞ മെയിൻ കാരണം ഈ കെട്ടിൻ്റെ ഇടയ്ക്കൂടെ ഏറ് കയറും. അതുകൊണ്ടാണ് ഈ പരാജയപ്പെടുന്നത്. എന്നാൽ നമ്മൾ പല പ്രാവശ്യം ചെയ്യുമ്പം ഒരു പ്രാവശ്യം വിജയിക്കും. ഇത് കണ്ട. എന്നിട്ട് ഇത് നമ്മളെ സിപ്പപ്പിനൊക്കെ ഇടുന്ന കവറാണ്. സിപ്പപ്പിനിടുന്ന കവറാണ്. ഇതിങ്ങനെ മെളിയിന്ന് കൈ മുറിഞ്ഞ് കേട്ടാ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുറിയിച്ചു കുഴപ്പമില്ല. അതിങ്ങനെ മെളിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പെട്ടെന്നൊന്നും വീഡിയോ തീർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചുവ പഠിക്കണമെന്നുണ്ടെങ്കിലേ ചില സ്കിപ്പ് ചെയ്ത് പോകും. ആവശ്യം ഉള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണും. ആവശ്യമില്ലാത്തവർ ചെടിയെ പ്രേമിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ ഇനിയൊന്നുമില്ല. ഇത് എനിക്കൊരു ചണവിട്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി മുറുക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് നല്ല കട്ട വെയിലത്തും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കിളിക്കത്തില്ല. നല്ല തണലുള്ള ഷെയ്ഡുകളിൽ വെച്ച് കഴിഞ്ഞ് ഇത് കൃത്യമായിട്ട് മൂട്ടി വെള്ളം ഒഴിക്കുക. ഇതപ്പം 1 2 3 3 4 കളർ. ഇതിന് പൂ പിടിച്ചിട്ടില്ല. ഇത് 5 കളർ. ഇത് നല്ല പൂ പിടിച്ച് വരുമ്പോൾ അടിപൊളിയായിരിക്കും. നിങ്ങൾ ശ്രമിക്കൂ. പരാജയം വിജയത്തിന് മുന്നോടി. നമ്മൾ ചെയ്യുമ്പോഴൊക്കെ പരാജയപ്പെടും. അതുകൊണ്ട് മനസ്സ് മടിക്കരുത്. തുടർച്ചയായി ചെയ്യൂ. വിജയം ഉറപ്പാണ്. എന്തായാലും സന്തോഷം. എന്നെ വിമർശിച്ചവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും. വിമർശനം നല്ല വിമർശനമായിരുന്നു. എല്ലാവർക്കും പുതിയ അറിവുകളും നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. ഞാൻ കൂടെ കാണും കേട്ടോ. ഒരുപാട് ചെടികളുടെ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതാണ്. നന്ദി.